നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏതാണ്ട് ഒരാഴ്ചയോളമായി. കുറച്ച് തിരക്കൊക്കെ കാരണമാണ് ചെയ്യാതിരുന്നത്. നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ വരാൻ കാര്യം, നമ്മുടെ സംസ്ഥാനമൊട്ടാകെ BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ അഥവാ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഒരു സമരം നടക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് സമരം നടക്കുന്നത്. ഇങ്ങനെ സമരം നടത്തുന്ന BJPയെ കോൺഗ്രസിൻ്റെയൊക്കെ സമരമുണ്ട്. അവരെയൊക്കെ അടക്കം DYFI നേരിടും, അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിനെ വഴിയിൽ തടഞ്ഞാൽ DYFI നേരിടുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ കുറച്ച് കമൻറ്റുകളുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രസ്താവനകളുമൊക്കെ ആയിട്ട് DYFI രംഗത്ത് വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം ആലോചിക്കേണ്ടത്, കോൺഗ്രസിനെ തടയാം, അല്ലെങ്കിൽ കോൺഗ്രസിനെ കൈകാര്യം ചെയ്യാം, മന്ത്രിയെ തടയുന്ന കോൺഗ്രസിനെ എന്തും ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല BJP എന്നുള്ള കാര്യം ഇവിടുത്തെ DYFI, SFI, CPM പ്രവർത്തകർ ഒന്നറിഞ്ഞിരിക്കാൻ നല്ലതാണ്. കോൺഗ്രസിനെ തൊടുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർക്കുന്ന ലാഘവത്തോടെ BJPയെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയോ എതിർക്കാൻ വന്നാൽ അതിൻ്റെ ഗുണം എന്തുവാണെന്ന് നല്ല പോലെ ഇടതുപക്ഷം അഥവാ CPM, DYFI, SFI ആൾക്കാർ മനസ്സിലാക്കും. പിന്നെ BJPയുടെ മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരിച്ചേട്ടൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ഈ ചുമന്ന കോണകം പോലെയുള്ള പ്രസ്ഥാനം DYFI, CPM എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം കേരള സംസ്ഥാനത്ത് മാത്രമല്ല അതിന് പുറത്തും ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. കാര്യം BJPക്ക് അതിശക്തമായി വേരോട്ടമുള്ള ധാരാളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതിലെല്ലായിടത്തും BJPക്ക് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളാണ്. ഈ രാജ്യം മുഴുവൻ BJPയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അന്നേരം അതൊക്കെ മറക്കരുത്. CPMൻ്റെ DYFIയുടെ ആൾക്കാരത് മറക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലും വലിയ ഇപ്പോൾ പിണറായി വിജയനെ, സാക്ഷാൽ പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ മറ്റേ മുന്തിയ ഇനം ബസ്സിനകത്തൊരു യാത്ര ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അത് തടയാൻ വന്ന അന്ന് കരിങ്കൊടി കാണിച്ച യുവമോർച്ച പ്രവർത്തകരെ, BJP പ്രവർത്തകരെ തടയാൻ വന്ന CPMകാർക്കൊക്കെ നല്ലതുപോലെ അറിയാം എന്തായിരുന്നു BJPയുടെ ദണ്ഡയുടെ ചൂട് എന്തായിരുന്നു എന്ന്. കൊല്ലത്തും തിരുവനന്തപുരത്തും പാലക്കാടും ഒക്കെ ഉള്ള സകല CPMകാരും DYFIക്കാരും മനസ്സിലാക്കിയതാണ്. അതിനകത്ത് കേരളത്തിലുള്ള മുഴുവൻ DYFIക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനയായിട്ട് DYFI മുന്നോട്ട് വരുന്നത്. എന്തായാലും നിങ്ങൾ മുന്നോട്ട് വരണം. BJP പ്രവർത്തകരെ സംബന്ധിച്ച്, യുവമോർച്ച പ്രവർത്തകരെ സംബന്ധിച്ച് എല്ലാവരും ഒന്ന് കുറച്ച് ആക്റ്റീവ് ആവാൻ പറ്റിയ സമയമാണ്. നിങ്ങൾ മന്ത്രി വീണ ജോർജിനെതിരെ സമരമോ അല്ലെങ്കിൽ അവരെ വഴി തടയാനോ ഒക്കെ BJPയോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ തയ്യാറായാൽ നിങ്ങളിപ്പോൾ വന്നിട്ടങ്ങ് എന്തോ മലമറിച്ച് കളയാൻ ഒരു ചുക്കുമില്ല. തടയാൻ തീരുമാനിച്ചാൽ മന്ത്രിയെ തടയും. കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചാൽ BJP സംബന്ധിച്ച് BJP യുവമോർച്ചയും തടയാൻ തീരുമാനിച്ചാൽ തടയും. കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചാൽ കരിങ്കൊടി കാണിക്കുക തന്നെ ചെയ്യും. അവർക്ക് നാണമുണ്ടെന്നുണ്ടെങ്കിൽ അവർ രാജിവെച്ച് പോകണം. അവരുടെ ഭാഗത്തുണ്ടായ തെറ്റുകളൊക്കെ അംഗീകരിച്ച് രാജിവെച്ച് പോകണം. അവർ മാത്രമല്ല, മന്ത്രി മുഹമ്മദ് റിയാസ് PWD ചുമതല നോക്കുന്ന അദ്ദേഹവും രാജിവെച്ച് പോകണം. അതാണ് വേണ്ടത്. എന്തായാലും ഇത്രയും പറയണമെന്ന് തോന്നി. നല്ല വീഡിയോയുമായി ഇനി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജയ് ഹിന്ദ്. ഓക്കെ.